ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴങ്കഞ്ഞി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ഇത് ഈ വയറിന് നല്ലതാണെന്ന് നമുക്കറിയാം. നമ്മുടെ പൂർവികർ ഫോർ ജനറേഷൻസ് ഇതിൻ്റെ ഒരു കോമൺ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് നമ്മുടെ വീടുകളിൽ അത്ര അധികം കോമൺ ആയിട്ട് കാണാറില്ല. എന്തുകൊണ്ടാണ്? മോഡേൺ ലൈഫ് സ്റ്റൈൽ അഡാപ്റ്റേഷൻ കൊണ്ടായിരിക്കാം. റിസർച്ചർ ഫ്രം സ്റ്റാൻലി മെഡിക്കൽ കോളേജ് 5 years ആയിട്ട് കുത്തിയിരുന്ന് സ്റ്റഡി ചെയ്ത് നമുക്കൊരു റിപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് പഴങ്കഞ്ഞി ഒരു ലിവിങ് മെഡിസിൻ ആണ്. എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? നമ്മൾ തലേ ദിവസം മിച്ചം ചോറെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിന് പഴങ്കഞ്ഞിയായി ഒരു പ്രോബയോട്ടിക്സിന്റെ കലവരമായി മാറുകയാണ്. അപ്പം ഇറ്റ്സ് എ വെരി റിച്ച് സോഴ്സ് ഓഫ് പ്രോബയോട്ടിക്സ്. അപ്പോൾ ഇതൊരു 100 grams ഓഫ് ചോറ് അല്ലെങ്കിൽ ഒരു ബൗൾ ചോറ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നിയർലി ഒരു 3 to 4 milligram ഓഫ് അയൺ ആണ്. സെയിം ഈ 100 grams ഓഫ് ചോറെടുത്ത് നമ്മൾ പഴങ്കഞ്ഞിയായി മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള അയണിൻ്റെ കണ്ടന്റ് കൈ റോക്കറ്റായിട്ട് പോവാണ്. അത് അതിൻ്റെ അളവ് നോക്കുമ്പോൾ 74 milligrams ആണ്. അതായത് 21 times more than what we get in a normal rice. ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ആവശ്യമുള്ള അയണിൻ്റെ കണ്ടന്റിന്റെ ഡബിൾ ആണ് ഈ കണ്ടന്റ്. അത്രേ അയണാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. സോ ഇറ്റ്സ് എ വെരി റിച്ച് സോഴ്സ് ഓഫ് അയൺ. അനിമിക് ഗേൾസിന് പിന്നെ ഈ പ്രഗ്നന്റ് വുമന് വളരെ നല്ലൊരു ഫുഡ് ഐറ്റമാണ്. റൈസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാർബല്ലേ. നോർമൽ റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 8 hours വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂട്രീഷൻ വാല്യൂ എങ്ങനെ ഇത്ര ഡ്രാസ്റ്റിക്കലി ചേഞ്ചസ് വരുന്നത്? റൈസിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം, അതിനകത്ത് ഒരു ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്. അത് ആന്റി ന്യൂട്രിയൻ്റ്. അപ്പം ഈ ആന്റി ന്യൂട്രിയന്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ അബ്സോർപ്ഷൻ ഇൻഹിബിഷൻ വരും ചില മിനറൽസിൽ. ഇപ്പം എസ്പെഷ്യലി കാൽഷ്യം, അയൺ, സിങ്ക്, മഗ്നീഷ്യം ഇതിന്റെയൊക്കെ അബ്സോർപ്ഷൻ കുറയും. ഇപ്പൊ ഈ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഫൈറ്റിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യും. ഈ മിനറൽസിന്റെ അബ്സോർപ്ഷൻ ഒത്തിരി മടങ്ങായിട്ട് തന്നെ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി നമ്മൾ ഈ അയൺ കണ്ടന്റ് ഇതിൽ കൂടുതലായി ഉണ്ടാവുന്നതൊന്നല്ല, ഉള്ള അയൺ കണ്ടന്റ് ഈ ഫൈറ്റിക് ആസിഡിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ആ അബ്സോർപ്ഷൻ ഇൻഹിബിഷൻ വരുന്നതുകൊണ്ട് അയണിന്റെ എല്ലാതിന്റെ അബ്സോർപ്ഷൻ കുറയുക ചെയ്യുന്നത്. അതെ, ഈ ഇങ്ങനെ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബയോ അവൈലബിലിറ്റി കൂടും. അപ്പൊ ഡൈജഷൻ ഈസി ആക്കും. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.